ക്രൂശിതനായ എൻ്റെ ഈശോയെ, അങ്ങേ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച് പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരുകളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നല്ലവനായ കർത്താവേ, പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർത്തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അവളോടൊത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നതിനും യോഗ്യരാക്കുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ 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 എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ ഒന്നാം ദിവ്യരഹസ്യം. പരിശുദ്ധ അമ്മേ, മാതാവേ, അങ്ങ് ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന ശിമയോന്റെ പ്രവചനം കേട്ടപ്പോൾ നീ ചിന്തിയ രക്തക്കണ്ണീരിനെ പ്രതി. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ സ്നേഹം
ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഈജിപ്തിലേക്കുള്ള പലായനത്തിൽ പരിശുദ്ധ അമ്മ ചിന്തിയ കണ്ണുനീരിന്റെ യോഗ്യതയാൽ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. ഓ ഈശോ, 12-ാം വയസ്സിൽ അങ്ങയെ കാണാതായപ്പോൾ പരിശുദ്ധ അമ്മ ചിന്തിയ കണ്ണുനീരിന്റെ യോഗ്യതയാൽ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം
ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. നാലാം ദിവ്യരഹസ്യം. സ്നേഹനാഥനായ ഈശോ അങ്ങു ഗാഗുൽത്തായിലേക്ക് മനുഷ്യവർഗത്തിന്റെ പാപഭാരമാകുന്ന കുരിശും പേറിപ്പോയപ്പോൾ അങ്ങയെ കണ്ട് വ്യാകുലയായ അമ്മ തൂകിയ കണ്ണീർ കണങ്ങളെക്കുറിച്ച്. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. അഞ്ചാം ദിവ്യരഹസ്യം. ഓ ഈശോ, അങ്ങയുടെ പാടുപീഡകളും ക്രൂശിലെ മരണവും കണ്ട് ഹൃദയം നുറങ്ങി വിലപിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കണ്ണീർ കണങ്ങളെക്കുറിച്ച്. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന
പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. ആറാം ദിവ്യരഹസ്യം. ഈശോനാഥ, അങ്ങേ മൃതശരീരം കുരിശിൽ നിന്നും ഇറക്കി പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ അമ്മ വേദനയോടുകൂടി ചിന്തിയ കണ്ണീർ തുള്ളികളെക്കുറിച്ച്. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, നിന്നമ്മ
ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. ഏഴാം ദിവ്യരഹസ്യം. ഓ ഈശോ, അങ്ങേ മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചപ്പോൾ ദുഃഖാധിക്യത്താൽ പരിശുദ്ധ അമ്മ തൂകിയ കണ്ണീർ കണങ്ങളെക്കുറിച്ച്. ഓ ഈശോയെ, ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ നിന്നമ്മ ചിന്തിയ രക്തക്കണ്ണീരാ എന്റെ യാചന കേൾക്കണമേ. സമാപന പ്രാർത്ഥന. ഓ മറിയമേ, വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ, ഞങ്ങളുടെ എളിയ യാചനകളെ അങ്ങയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അങ്ങയുടെ പ്രിയപുത്രന് കാഴ്ചവെക്കണമേ. ഞങ്ങൾക്കായി ചിന്തിയ അങ്ങയുടെ രക്തക്കണ്ണീർ കണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ഈ നിയോഗങ്ങൾ അങ്ങയുടെ പ്രിയപുത്രന്റെ പക്കൽ നിന്നും ലഭിച്ചു തരണമേ. ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ. ഓ മറിയമേ, അങ്ങയുടെ രക്തക്കണ്ണീരാൽ പിശാചിന്റെ ഭരണത്തെ തകർക്കണമേ എന്നും ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെ കാത്തുരക്ഷിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ വണക്കമാസം 30-ാം ദിവസം. ഇതുവരെ നിങ്ങൾ കേട്ടവയിൽ നിന്ന് വ്യാകുലമാതാവിൻ്റെ നേരെയുള്ള ഭക്തി ഈശോ മിശിഹായിക്കും പരിശുദ്ധ കന്യകയ്ക്കും എത്ര സന്തോഷജനകമെന്ന്, നമുക്കെത്ര പ്രയോജനകരമെന്നും, മറിയത്തിൻ്റെ വ്യാകുലതകൾ സീമാതീതമായ വിധത്തിൽ കഠോരങ്ങളാണെന്നും ഈ ഭക്തി സംബന്ധിച്ച് നാം അനുഷ്ഠിക്കേണ്ടവ എന്തെന്നും ഗ്രഹിച്ചിരിക്കുമല്ലോ. ഇനി ഈ ഭക്തി എപ്രകാരമുള്ളതായിരിക്കണമെന്ന് അല്പമായിട്ടെങ്കിലും പറയേണ്ടതുണ്ട്. ഒന്നാമതായി, ഈ ഭക്തി
യഥാർത്ഥമായിരിക്കണം. മാതാവിൻ്റെ നേരെയുള്ള ഭക്തി യഥാർത്ഥമാകണമെങ്കിൽ നാം മാരക പാപത്തിൽ നിന്ന് വിമുക്തരായി ജീവിക്കണം. അല്ലാത്തപക്ഷം പാപമാർഗത്തെ ഉപേക്ഷിക്കുവാൻ മനസ്സില്ലാതെ അതിൽ ജീവിച്ചിരുന്ന ഒരു യോദ്ധാവിനോട് പരിശുദ്ധ കന്യക പറഞ്ഞതുപോലെയായിരിക്കും നമ്മോടും അരുളി ചെയ്യുന്നത്. വിശുദ്ധ പത്രോസ് സെലസ്തീൻ എഴുതിയിരിക്കുന്നത് പോലെ ആ പടയാളി മറിയത്തിൻ്റെ ബഹുമാനാർത്ഥം പ്രതിദിനം ചില സൽകൃത്യങ്ങൾ ചെയ്തിരുന്നു. ഒരു ദിവസം അയാൾ കഠിനമായ വിശപ്പ് കൊണ്ട് വലഞ്ഞിരിക്കുമ്പോൾ സ്വർഗരാജ്ഞി പ്രത്യക്ഷയായി രുചികരമായ ചില ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒരു പാത്രത്തിലാക്കി അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചു. എന്നാൽ ആ പാത്രം വളരെ മലിനമായിരുന്നതിനാൽ അറപ്പുകൊണ്ട് അതിനോട് അടുക്കുവാൻ പോലും അയാൾക്ക് സാധിച്ചില്ല. അപ്പോൾ ദിവ്യജനനി, ഞാൻ ദൈവമാതാവാണ്, നിന്റെ വിശപ്പ് ശമിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ പാത്രത്തിൻ്റെ മലിനത മൂലം അതിലുള്ളവയെ രുചിക്കുവാൻ പോലും എനിക്ക് നിവൃത്തിയില്ലല്ലോ എന്നായിരുന്നു ഇതിന് ആ പടയാളി പറഞ്ഞ മറുപടി. അങ്ങനെയെങ്കിൽ ഇത്ര അശുദ്ധാത്മാവോടുകൂടെ സമർപ്പിക്കുന്ന നിന്റെ സൽകൃത്യങ്ങളെ ഞാൻ സ്വീകരിക്കുമെന്ന് നീ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെ എന്ന് ആ ദിവ്യജനനി വീണ്ടും അരുളി ചെയ്തു. അങ്ങനെ ആ യോദ്ധാവ് മാനസാന്തരപ്പെട്ട് ഒരു താപസിയായി തീർന്നു. മറിയത്തിന്റെ ഭക്തൻ പാപത്തിൽ നിന്ന് വിമുക്തനായി ജീവിക്കുകയോ കുറഞ്ഞപക്ഷം പാപത്തെ ഉപേക്ഷിക്കുവാൻ സത്യമായി ആഗ്രഹിക്കുകയോ ചെയ്യുന്നതായാൽ അയാൾ നിത്യനാശത്തിൽ അകപ്പെടുകയില്ല. രണ്ടാമതായി, ഈ ഭക്തി സുസ്ഥിരമായിരിക്കണം. നിലനിൽപ്പ് മാത്രം കിരീടത്തിന് പാത്രമായിരിക്കുന്നു എന്ന് വിശുദ്ധ ബെർണാഡ് പറയുന്നു. തോമസ് അക്വീനാസ് എന്ന പുണ്യാത്മാവ് ബാലനായിരിക്കുമ്പോൾ പരിശുദ്ധ കന്യകയെക്കുറിച്ച് പ്രതിദിനം ചില ജപങ്ങൾ ചൊല്ലുക പതിവായിരുന്നു. അജാഗ്രത കൊണ്ട് ഒരു ദിവസം ആ ജപങ്ങൾ മുടങ്ങി. അനന്തരം ഒരാഴ്ചത്തേക്ക് അവ ഉപേക്ഷിച്ചു. പിന്നെ തീരെ നിർത്തിക്കളയുകയും ചെയ്തു. ഒരു രാത്രിയിൽ അദ്ദേഹത്തിനുണ്ടായ സ്വപ്നത്തിൽ മറിയം അദ്ദേഹത്തിന്റെ കൂട്ടാളികളെ ആശ്ലേഷിക്കുന്നത് കാണുകയും എന്നാൽ അദ്ദേഹത്തിന്റെ പക്കൽ വന്നപ്പോൾ എന്നെ ഉദ്ദേശിച്ച് ചെയ്തിരുന്ന സൽകൃത്യങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്ന നീ എന്നിൽ നിന്ന് എന്ത് കാത്തിരിക്കുന്നു? നീ ദൂരെ പോവുക, എൻ്റെ ആലിംഗനത്തിന് നീ അയോഗ്യനാണെന്ന് പറയുന്നത് കേൾക്കുകയുണ്ടായി. അനന്തരം പതിവുള്ള ജപങ്ങൾ അദ്ദേഹം ഒരിക്കലും മുടക്കിയിരുന്നില്ല. ഏത് ഭക്തകൃത്യവും എത്ര അല്പമായിരുന്നാലും സുസ്ഥിരമായിരിക്കണം. ഈ ഉപദേശപ്രകാരം നാമും പരിശുദ്ധ കന്യകയെക്കുറിച്ച് ചെയ്യുന്ന സൽകൃത്യങ്ങൾ എത്ര നിസ്സാരമായിരുന്നാലും ഒരു ദിവസം പോലും മുടക്കാതെ മരണപര്യന്തം അതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖിതയായ എൻ്റെ അമ്മേ, അങ്ങേ നേരെയുള്ള ഭക്തി നിത്യരക്ഷയുടെ നിശ്ചയമുള്ള അടയാളവും സകല നന്മകൾക്കും കാരണവുമാകുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ ഇതുകൊണ്ടെന്നതിനേക്കാൾ സകല മാതാക്കളുടെ സ്നേഹത്തെ അതിശയിക്കുന്ന സ്നേഹം നീ എന്നോട് പ്രദർശിപ്പിക്കുന്നത് നിമിത്തവും അങ്ങേ പ്രിയപുത്രൻ ഈശോയെ എൻ്റെ പരിത്രാണാർത്ഥം കുരിശുമരണത്തിന് ഏൽപ്പിക്കുകയും അങ്ങനെ പ്രതി കഠോരമായ വ്യാകുലതകൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടുമാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും വണങ്ങുകയും ചെയ്യുന്നത്. അങ്ങേ ഇഷ്ടം ഞാൻ നഷ്ടമാക്കുന്നതിനേക്കാൾ എൻ്റെ രക്തം മുഴുവനും ചിന്തി മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ നേരെയുള്ള എൻ്റെ ഭക്തി പ്രതിദിനം വർദ്ധിക്കുന്നതിനും മറ്റുള്ളവരിലും ഇത് യഥാശക്തി പരത്തുന്നതിനും ഞാൻ അത്യന്തം ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ സന്മനസ്സിനെ നിറവേറ്റുവാനും ഞാൻ ഭാഗ്യമരണം പ്രാപിച്ച് സ്വർഗത്തിൽ അങ്ങേ ഭക്തരായ അനേക ലക്ഷം പരിശുദ്ധരോടുകൂടെ എന്നേക്കും അങ്ങേ സ്നേഹിക്കുവാനും ആവശ്യമായ വരപ്രസാദം എനിക്ക് പ്രാപിച്ചു തരണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്രീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്രീവാൽമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ
എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്ലീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്ലീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്ലീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്ലീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ശ്ലീവാമേൽ തറയ്ക്കപ്പെട്ട കർത്താവിന്റെ തിരുമുറിവുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. വ്യാകുല മാതാവിന്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന ബാവാ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റൂഹാദ് കുദിശ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ വ്യാകുല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വഴിയമ്പലത്തിൽ സ്ഥലം കിട്ടാതെ വന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാലിത്തൊഴുത്തിൽ പോയി താമസിക്കുന്നതിന് നിർബന്ധിക്കപ്പെട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കടിഞ്ഞൂൽ പുത്രനെ പുൽക്കൂട്ടിൽ കിടത്തിയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ ചേതനാചാരത്തെ സഹതാപത്തോടെ ദർശിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ പുത്രൻ വിവാദത്തിന്റെ അടയാളമായി വെക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ ആത്മാവിൽ ഒരു വാൾ കടക്കുമെന്ന് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രനോടുകൂടെ ഈജിപ്തിലേക്ക് ഓടിയൊളിപ്പാൻ ആവശ്യപ്പെട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർദോഷികളായ ശിശുക്കളുടെ സംഹാരത്തിൽ വേദനിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് അപ്രത്യക്ഷനായ പുത്രനെ 3 ദിവസം സങ്കടത്തോടെ അന്വേഷിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ പുത്രന്റെ നേരെ യഹൂദന്മാർക്കുണ്ടായിരുന്ന തീരാത്ത പകയെ അറിഞ്ഞിരുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജെറൂസലമിലേക്ക് പീഡ സഹിക്കുവാൻ പോകുന്നതിന് പുത്രനെ അവസാനത്തെ അത്താഴനാൾ മഹാദുഃഖത്തോടെ യാത്രയാക്കിയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രൻ യൂദാസിനാൽ ചതിവായി കാട്ടിക്കൊടുക്കപ്പെട്ടെന്നും ബന്ധിച്ചു കൊണ്ടുപോകപ്പെട്ടെന്നും അറിഞ്ഞ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രൻ
പാതകനെ പോലെ പ്രധാനാചാര്യന്മാർക്ക് ഏൽപ്പിക്കപ്പെട്ടെന്ന് ഗ്രഹിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രനിൽ കളവായി കുറ്റം ചുമത്തപ്പെട്ടെന്ന് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ തിരുക്കരണത്തിൽ ഭയങ്കരമായ വിധം അടിച്ചു എന്ന് ഗ്രഹിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രൻ യഹൂദന്മാരാലും പടയാളികളാലും എത്രയും കഠിനമായ വിധം ഉപദ്രവിക്കപ്പെട്ടെന്ന് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രൻ ബറാബാസിന് പിന്നിടപ്പെട്ടെന്ന് അറിഞ്ഞ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ചമ്മട്ടികളാൽ അടിക്കപ്പെടുകയും മുൾമുടി ചൂടിക്കപ്പെടുകയും ചെയ്ത പുത്രനെ ദർശിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ എത്രയും അന്യായമായി ഉച്ചരിക്കപ്പെട്ട വിധി തീർപ്പ് കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭാരമുള്ള സ്ലീവ വഹിച്ചിരുന്ന പുത്രനെ എതിരെ ചെന്ന് കണ്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ തൃക്കൈകളും കാലുകളും ഭയങ്കരമായ ആണികളാൽ തറയ്ക്കപ്പെടുന്നത് ദർശിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീവായിൽ കിടന്ന് പുത്രന്റെ അന്തിമ വാക്കുകളെ കേട്ട മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാമരണവേദന അനുഭവിച്ചിരുന്ന പുത്രന്റെ സമീപത്തു നിന്നിരുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീബായിൽ നിന്നിറക്കിയ പുത്രന്റെ മൃതശരീരത്തെ സ്വന്തം അടിയിൽ സ്വീകരിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പുത്രന്റെ ശരീരം സംസ്കരിക്കപ്പെട്ട ശേഷം മഹാക്ലേശത്തോടും ആശ്വാസമില്ലാതെയും വീട്ടിൽ പിന്തിരിഞ്ഞ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്തസാക്ഷികളുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ലേശിതരുടെ സന്തോഷമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുർബലന്മാരുടെ ധൈര്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ പുത്രന്റെ എത്രയും കഠിന പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ ഹൃദയത്തിലെ എത്രയും കഠോര ദുഃഖങ്ങളെ കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ അത്യധികമായ ഖേദത്തെയും താപത്തെയും കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ സീമാതീതമായ പീഡകളെ കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിലാപത്തെയും അശ്രുക്കളെയും കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ മാതൃസഹതാപത്തെക്കുറിച്ച് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയേറിയ മധ്യസ്ഥത വഴിയായി വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. അമിത ദുഃഖത്തിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. അധൈര്യശീലത്തിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. പാപത്തിന്റെ സകല അവകാശങ്ങളിലും ആപത്തുകളിലും നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ കെണികളിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. ഹൃദയ കാഠിന്യത്തിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. പശ്ചാത്താപമില്ലായ്മയിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. ആകസ്മികവും ഒരുക്കമില്ലാതിരിക്കയിൽ വരുന്നതുമായ മരണത്തിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യശിക്ഷാവിധിയിൽ നിന്ന് വേദസാക്ഷിയുടെ രാജ്ഞി ഞങ്ങളെ രക്ഷിക്കണമേ. പാപികളായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ പ്രാർത്ഥനയാൽ യഥാർത്ഥ വിശ്വാസത്തിലും ശരണത്തിലും ഉപവിയിലും ഞങ്ങളെ കാത്തുപരിപാലിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ പുത്രനിൽ നിന്ന് ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പൂർണ്ണമായ അനുതാപവും മാനസാന്തരവും ഞങ്ങൾക്ക് തരുവിപ്പാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ പുത്രനിൽ നിന്ന് ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പൂർണ്ണമായ അനുതാപവും മാനസാന്തരവും ഞങ്ങൾക്ക് തരുവിപ്പാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് ആശ്വാസവും സഹായവും നൽകുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആസന്ന മരണാവസ്ഥയിൽ ഞങ്ങൾക്ക് തുണയായിരിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആയുസ്സിന്റെ ഭാഗ്യാവസാനം ഞങ്ങൾക്ക് പ്രാപിച്ചു തരുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവേശ്വരന്റെ മാതാവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടിയും കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടിയും കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടിയും കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. മിശിഹായെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എത്രയും വ്യാകുലയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. ഈശോ മിശിഹാ കർത്താവേ, അങ്ങ് വേദന അനുഭവിക്കുന്ന സമയത്ത് വ്യാകുലതയുടെ വാളാൽ ആത്മാവിൽ മുറിപ്പെടുത്തപ്പെട്ട അങ്ങേ മാതാവായ ഭാഗ്യവതി കന്യകമറിയം, അങ്ങേ കൃപയുടെ സിംഹാസനത്തിൻ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മധ്യസ്ഥയായി നിൽക്കുവാൻ കൃപ ചെയ്യണമേ. ഈ പ്രാർത്ഥന പിതാവിനോടും റൂഹാദ് ഖുദ്സയോടും കൂടെ നിത്യമായി ജീവിച്ചു വാഴുന്ന ലോകരക്ഷിതാവായി ഈശോ മിശിഹായെ അങ്ങ് വഴിയായി ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ആമേൻ. സുകൃതജപം. വ്യാകുല മാതാവേ, നിന്റെ നേർക്കുള്ള ഭക്തി പ്രതിദിനം എന്നിൽ വർദ്ധിച്ചു വരുവാൻ കൃപ ചെയ്യണമേ. സൽക്രിയ. ഈ വണക്കമാസം അവസാനിക്കുന്ന ഇന്നേ ദിവസം ഒരു തിരുനാളായി കഴിയുന്നതും ആഡംബരത്തോടെ കൊണ്ടാടുക. പരിശുദ്ധ വ്യാകുല മാതാവിനോടുള്ള സമർപ്പണ ജപം. പരിശുദ്ധ മറിയമേ, വ്യാകുല മാതാവേ, രക്തസാക്ഷികളുടെ രാജ്ഞി, നിർഭാഗ്യരുടെ സങ്കേതമേ, ദുഃഖിതരുടെ ആശ്വാസമേ, ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ അമ്മേ, നാഥേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് അങ്ങേ ഞങ്ങളുടെ അമ്മയും നാഥയും ദൈവത്തിൻ്റെ പക്കൽ ഞങ്ങളുടെ മധ്യസ്ഥയുമായി തിരഞ്ഞെടുക്കുന്നു. ഞങ്ങളെ മുഴുവനും എന്നേക്കും അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് സമർപ്പിക്കുന്നു. ദൈവജനനിയായ കന്യകയെ, നിന്റെ ദാസരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർത്ത് ഞങ്ങളുടെ ആയുഷ്കാലത്തിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ മരണസമയത്തിലും ഞങ്ങളെ പരിരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. കരുണ നിറഞ്ഞ മാതാവേ, ഞങ്ങളുടെ സംബന്ധികളെയും ബന്ധുമിത്രാദികളെയും അങ്ങേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. അവരെ പരിപാലിച്ച് നടത്തിക്കൊള്ളണമേ. ഞങ്ങളുടെ വസ്തുവകകളെയും കാര്യാധികളെയും ഞങ്ങളുടെ സർവസ്വവും അങ്ങയുടെ സൂക്ഷ്യത്തിനും ഭരണത്തിനും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവകളെ ഏറ്റ് അങ്ങയുടെ ഇഷ്ടം പോലെ നടത്തുന്നതിന് കരുണയുണ്ടാകണമേ. ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. മേലാൽ ഒരിക്കലും അങ്ങയുടെ പുത്രനെ ഞങ്ങൾ ഉപദ്രവിക്കുവാൻ അനുവദിക്കരുതേ. ഞങ്ങളുടെ പരീക്ഷകളിൽ ഞങ്ങളെ സഹായിക്കണമേ. ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ആവശ്യങ്ങളിൽ ഞങ്ങളെ തുണയ്ക്കണമേ. സന്ദേഹങ്ങളിൽ സ്വർഗീയ പ്രകാശം നൽകി ഞങ്ങളെ നടത്തണമേ. കഷ്ടതകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. രോഗത്തിലും പ്രത്യേകമായി മരണത്തിൻ്റെ അപകടഘട്ടത്തിലും ഞങ്ങളെ പരിപാലിക്കണമേ. അങ്ങേക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളിൽ ഒരുവനെയെങ്കിലും നിത്യനരകത്തിൻ്റെ ഭയങ്കരമായ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ആത്മപ്രശംസ ചെയ്യുവാൻ പിശാചിനെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങൾ സ്വർഗപ്രാപ്തനായി അങ്ങയെയും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായി ഈശോയെയും എന്നേക്കും സ്നേഹിച്ച് സ്തുതിച്ചു വണങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ആമേൻ.